ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു DIY ലാമ്പ് ഷെയ്ഡാണ്. നമ്മുടെ ബെഡ് ലാമ്പൊക്കെ അതിനൊരു ഷെയ്ഡാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫെവിക്കോളാണ്, ഇത് വുഡിന് യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ ആയതുകൊണ്ട് ഭയങ്കര തിക്കാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അതായത് 1:1 എന്ന അളവിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാൻ അളവില്ലാണ്ടാണ് എടുക്കുന്നത്, ഒരു ഊഹം വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബലൂണാണ്. ഏത് ടൈപ്പിലുള്ള ബലൂൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ എന്നത്തെയും പോലെ നമ്മളുടെ ടിഷ്യൂ പേപ്പർ. ബലൂൺ ഒരു മീഡിയം ലെവലിൽ നമ്മൾ വീർപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബോട്ടിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്തില്ല, അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4-5 ലെയർ ടിഷ്യൂ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഒരു ഈ ബലൂണിൻ്റെ 1/4 ഭാഗത്തോളം നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത നമ്മൾ നെക്സ്റ്റ് ലെയർ ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കൈ തട്ടിയിട്ട് ആ ഗ്ലൂ മൊത്തം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് വീണു. അതെന്തായാലും നന്നായി. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണ്ടല്ലോ, അതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ അടുത്ത ലെയറും കൂടെ ഞാൻ ഇതിൻ്റെ ബലൂണിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബലൂൺ അവസാനത്തെ മിനുക്ക് പണിയാണ്. നമ്മൾ ആ എഡ്ജസ് വരുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്നും കൂടെ നന്നായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നമ്മൾ ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബലൂണിൻ്റെ ഇത്രയും ഭാഗം വരെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒരു സെൻറ്റിമീറ്ററും കൂടെ നമുക്കൊന്ന് മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാമായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. ഞാൻ ഇത്രയും ഒട്ടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബലൂണിൻ്റെ പണി കംപ്ലീറ്റ് ആയി. ഇനി 24 മണിക്കൂർ നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ കെട്ടിട്ട ഭാഗം ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ്സിനകത്തേക്കാക്കി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് ഉണങ്ങിക്കിട്ട് 24 മണിക്കൂർ ഉണങ്ങണം. ആ ബലൂൺ പൊട്ടിച്ചെടുക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇളകി അതിനകത്ത് ചുരുണ്ട് കിടക്കും. അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി, നമുക്ക് കറക്റ്റ് ഷേപ്പിലും കിട്ടും. പിന്നെ സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ലെവലല്ല എന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്.
അടുത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ ഒരു ഇതേ ഷേപ്പിൽ ഇതേ അളവിൽ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിനൊക്കെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കത്തില്ലേ, ഇങ്ങനെ മടക്കി അതുപോലെ ഫ്രില്ല് പോലെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 4-5 ഫ്രില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ മടക്കുക, ആ മടക്കിനിടയ്ക്ക് പശ തേച്ച് കൊടുക്കുക. നമ്മൾ ഉടുപ്പിന് ഫ്രില്ലെടുക്കത്തില്ലേ, അതുപോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഈ മടക്കി എടുത്തിരിക്കുന്ന ഫ്രില്ലുകളെല്ലാം നമ്മൾ ആ ബലൂണിൻ്റെ പോലെ നമ്മുടെ ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര ഒട്ടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി. ഞങ്ങളുടെ വീട്ടിലെ ഒരു ലാമ്പാണ്. ആ ലാമ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെറുതെ അങ്ങ് തൂക്കി ബൾബിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് ലെവലിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻസിൽ കാണുന്ന ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കത്തുള്ളൂ. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്നുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ചറപറാന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കണ്ട, ചറപറാന്ന് ഷെയർ ചെയ്തോളുക. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡിലും മറ്റൊരു വീഡിയോയിലും നമ്മൾ കാണുന്നവരേക്കും ബൈ.